നമസ്കാരം. വിഭജന ഭീകരതാ വിരുദ്ധ ദിനം. പുതിയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി കലാലയങ്ങളിൽ കലാപം സൃഷ്ടിക്കുക, ഭീകരത സൃഷ്ടിക്കുക, അക്രമം നടത്തുക, അതിനുവേണ്ടി സംഘപരിവാർ ബുദ്ധി കേന്ദ്രങ്ങൾ പുതിയ ഒരു ആശയം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? ഗവർണർ. ചെറ്റത്തരം കാണിക്കുന്നത് ഗവർണർ ആയാലും ശരി, ഇനി മോഡി ആയാലും ശരി, എതിർക്കണം. നമ്മൾ എതിർക്കണം. തുടക്കത്തിലെ എതിർത്തില്ലെങ്കിൽ ഇത് വളരെയധികം കുഴപ്പങ്ങൾ ഉണ്ടാവും നമ്മുടെ കേരളത്തിൽ. സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് ഈ ഗവർണർ. ഈ ഗവർണറെ കേരളത്തിൽ നിന്നും അടിച്ചോടിക്കണം. അതിന് ഇവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. ഇവിടെ ABVP-ക്കാർ പുതിയ ആശയം കൊണ്ട് വന്നിരിക്കുകയാണ്. വിഭജന ഭീകരതാ വിരുദ്ധ ദിനം. നമ്മൾ ഇന്ത്യക്കാരായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ 1,20,00,000 ആൾക്കാർ ജീവൻ ബലിയർപ്പിച്ചാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. ആ സ്വാതന്ത്ര്യം നേടിയതിൻ്റെ തലേ ദിവസം ഇങ്ങനെ ഒരു വിഭജന ഭീകരതാ വിരുദ്ധ ദിനം ആചരിക്കണം. യവന്മാർ എന്ന് തൊട്ടാണ് ഈ സംഘികൾ ദേശീയ പതാക ഉയർത്തി തുടങ്ങിയത്? ഇത്ര വിഡ്ഢിത്തരവും വിവേകമില്ലായ്മയും കാണിക്കുന്ന ഒരു ഗവർണറും അതിന് ചുക്കാൻ പിടിക്കുന്ന മോഡിയും മോഡിയുടെ പരിവാരങ്ങളും കലാലയങ്ങളെ കലാപഭൂമിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ വൃത്തികെട്ട ചിന്താഗതി കേരളത്തിൽ നടക്കില്ല. വടക്കേ ഇന്ത്യയിലെ ഗോസ്വാമിമാരുടെ അവിടെ നടക്കുകയുള്ളൂ. കേരളത്തിൽ എവിടെയും നടത്താൻ അനുവദിച്ചില്ല. ഇവിടെ SFI ആയിരുന്നാലും ശരി, KSU ആയിരുന്നാലും ശരി, MSF ആയിരുന്നാലും ശരി, നിങ്ങളെല്ലാം വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ ABVP-ക്കാരെ ക്യാമ്പസിൽ നിന്നും അടിച്ചോടിക്കണം. അതല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ വരുന്ന ഗവർണറുടെ പിണിയാളികളായിരുന്നാലും ശരി, ഗവർണറെ സപ്പോർട്ട് ചെയ്യുന്ന സംഘപരിവാർ ശക്തികളായാലും ശരി, ഈ ക്യാമ്പസിനകത്ത്, കോളേജ് ക്യാമ്പസിനകത്ത് പ്രവേശിക്കാനേ അനുവദിക്കരുത്. അതിന് ഏതറ്റം വരെ പോകാനും കേരളത്തിലെ പ്രബുദ്ധരായ വിദ്യാർത്ഥി വർഗം തയ്യാറാകണം. എന്ത് വന്നാലും ശരി, ഈ ഗവർണറുടെ പരിപാടികൾ നടത്താൻ പോലും കേരളത്തിൽ അനുവദിക്കരുത്. ഇങ്ങനെയുള്ള ചെറ്റത്തരം കാണിക്കുന്ന ഗവർണറെ എത്രയും വേഗം തിരിച്ചു വിളിക്കണമെന്നും പറഞ്ഞ് നിയമസഭ പ്രമേയം പാസ്സാക്കണം. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ് തമിഴ്നാടിനെല്ലാം. തമിഴ്നാട്ടിൽ ഗവർണറുടെ ഒരു പരിപാടി നടക്കില്ല, പശ്ചിമ ബംഗാളിൽ നടക്കില്ല, കേരളത്തിൽ മാത്രമാണ് ഇപ്പൊ നടക്കുന്നത്. യാതൊരു കാരണവശാലും കമ്മ്യൂണിസ്റ്റുകാരന്റെ രക്തമാണ് പിണറായി വിജയന്റെ സിരകളിലൂടെ ഓടുന്നതെങ്കിൽ ഈ ഗവർണറെ നിലയ്ക്ക് നിർത്താൻ ശക്തമായ നടപടികൾ, അതായത് എല്ലാവരും യോജിച്ചുകൊണ്ട്, ഒരു സംഘപരിവാർ ശക്തി പോലും അവിടെ കേരള നിയമസഭയിലില്ല. നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോ നിയമസഭയില് എന്തായാലും ശരി ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കണം ഗവർണർ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി. അതിനുവേണ്ടി എല്ലാവരും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് പ്രബുദ്ധരായ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോടും യുവജന പ്രസ്ഥാനങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.